ചേച്ചി ചേച്ചി ആ ചേട്ടാ ചേച്ചി എന്തി? അവൾ ആശുപത്രി പോയേക്കുവാ. ഞാൻ മൈക്രോ ഫിനാൻസിൽ നിന്ന് വരുവാ. അതെ എനിക്കറിയാം. ആ ലോൺ അടിച്ചില്ലായിരുന്നല്ലോ ചേട്ടാ, പൈസ ഇല്ലയോ? പൈസ എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കല്ലേ ഭയങ്കര മഴയല്ലായിരുന്നു സാറേ. ഈ രാവിലെ മുടിഞ്ഞ മഴ പെയ്യുന്ന കാരണം ഒരു പണിക്കാർക്ക് എങ്ങും പണിക്ക് പോകാനൊക്കത്തില്ല. അവിടെ ഇച്ചിരി ടൈറ്റായിരുന്നു. ചേട്ടാ അത് പറഞ്ഞിട്ട് കാര്യമില്ല, 4 ആഴ്ചയായി ലോൺ അടിച്ചിട്ട്. ഇനി പൈസ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അയ്യോ സാറേ പതുക്കെ പറ, അപ്പുറത്തൊക്കെ ആൾക്കാർ നോക്കുന്നു. അയ്യോ കാശ് എണ്ണി മേടിച്ച് കാര്യം സാധിച്ചപ്പോൾ ഈ നാണക്കേടൊന്നും ഇല്ലായിരുന്നോ? കാശ് മേടിച്ച് കാര്യം സാധിച്ചിട്ട് പിന്നെ ഇങ്ങനെയാണോ പറയുന്നത്? ആ കാര്യം സാധിച്ച കാര്യമൊന്നും പറയണ്ട. എൻ്റെ സാറേ ആകെ 10-30,000 രൂപ നിങ്ങൾ ലോൺ തരുന്നത്. അതിൽ പ്രോസസ്സിങ് ഫീസ് എന്ന് പറഞ്ഞ് കുറച്ചങ്ങ് പിടിക്കും. LIC പോലും ഇല്ലാത്ത ഞങ്ങൾക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് കുറച്ചങ്ങ് പിടിക്കും. അത് ബാക്കി കിട്ടുന്ന എന്താ കാര്യം സാധിച്ചെന്നാ അത് അന്ന് തന്നെ തീരുകയും ചെയ്യും. ചേട്ടൻ എന്തോ പറഞ്ഞാൽ ഇന്ന് കാശില്ലാതെ ഓഫീസിലോട്ട് ചെല്ലണ്ടാന്ന് എന്നോട് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇനി എന്തോ ചെയ്യും? ഞാൻ ഇന്ന് പോകണ്ട. അല്ല പിന്നെ ഓഫീസിലോട്ട് ഇന്ന് പോകണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടുത്തെ ചേച്ചി ഇപ്പോൾ വരൂ? അവൾ പത്തനംതിട്ട ഗൺബ്രാസിലാണ് പോയത്. ഇനി വരുമ്പോൾ ഒരു സമയമാകുകയും ചെയ്യും. ആ ചേച്ചി വരട്ടെ. ചേച്ചി വന്നൊരു തീരുമാനം ആവാൻ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അല്ല അവളിന്ന് കുറേ താമസിക്കുമായിരിക്കുമല്ലോ. അത് കുഴപ്പമില്ല. എനിക്കന്ന് വിശക്കുന്നായിരുന്നു. ഞാൻ ചോറ് വിളമ്പി വെച്ചപ്പോഴാണ് സാറ് വന്നേ. ആ ചേട്ടൻ ആഹാരം കഴിച്ചോ? അല്ല ഇവിടെ കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. എന്താ ഞാൻ വന്ന് കറി വെക്കണോ? അതല്ല സാറിനും കൂടെ കഴിക്കണമെങ്കിലേ കറിയൊന്നും ഇല്ലായിരുന്നു ഇവിടെ. ആ എനിക്ക് വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് പോഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതാ ഇവിടെ നിന്ന് കഴിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്ന വഴി എവിടുന്നേലും വെച്ച് കഴിച്ചോളാം. എന്തിനാ പെരുവഴിയിലൊക്കെ പോയത് കഴിക്കുന്നേ? നമ്മുടെ ഒരു കുടുംബ വീടല്ലേ ഇത്? കുടുംബ വീടോ? അല്ല നിങ്ങൾ വാങ്ങിയത് ലോൺ എടുത്തൊരു കുടുംബമല്ലേ ഇത്? ഓ അങ്ങനെ ഒരു കുടുംബം എന്താ ഉണ്ടല്ലോ. ഞാൻ പോയി എടുക്കട്ടെ ചോറ്. ആ എടുത്തു. ചോറ് ഞാൻ വിളമ്പി വെച്ചപ്പോൾ സമയത്താണ് സാറ് വന്നത്. പൊതി എടുത്താട്ടെ കഴിക്കാം. വേണ്ട വെള്ളം. ആ ഞാൻ എടുത്തോളാം. പൊതിക്കകത്ത് മീനല്ലോ ഉണ്ടായിരുന്നോ? ഇല്ല, പച്ചക്കറിയാ. ഇതിനകത്ത് മീനില്ല, പക്ഷെ മുട്ട ഇരിപ്പുണ്ടായിരുന്നു. പൊരിക്കണം ഇനിയല്ലേ? അതിനെന്താ ഞാൻ പൊരിച്ചു തരാം. പൊരിക്കാവോ? ചമ്മന്തി അതിനകത്തുണ്ടല്ലേ? ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്ത് ഓർമ്മ വരുന്നറിയാം? നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തെ കൂട്ടുകാരെ അക്കായിട്ട് ഉച്ചയ്ക്ക് ചോറിനത്തില്ലയോ? കൂട്ടുകാരുമായിട്ട് ഉച്ചയ്ക്ക് ചോറിനത്തില്ലയോ? അതുപോലെ തോന്നില്ലയോ? നല്ല മുട്ട തന്നാട്ടെ. അപ്പൊ ചേട്ടാ ലോൺ പൈസയുടെ കാര്യം എങ്ങനെയാ? ഇവിടെ ഞങ്ങളുടെ വീട്ടുകാരി ഇങ്ങനെ ആഹാരം കഴിക്കാൻ അങ്ങോട്ട് എല്ലാവരും ഇരുന്ന് കഴിയുമ്പോൾ ലോണിൻ്റെ കാര്യവും പൈസയുടെ കാര്യവും മനുഷ്യനെ ചേർത്തുകേടങ്ങ് വരും. അത് കാരണം ഞാൻ ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. ചേട്ടാ നിങ്ങൾ ഈ ലോൺ എടുത്തിട്ടേ അടയ്ക്കാതിരുന്ന് നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും. വെള്ളം വെള്ളം വെള്ളം. സിബിൽ സ്കോർ കുറഞ്ഞു വെച്ചാൽ ആ സിബിൽ സ്കോർ കുറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടത്തില്ല. എന്നാൽ പിന്നെ അതില്ലായിരിക്കുന്നതല്ലേ ഈ സിബിൽ സ്കോർ ഉള്ളതുകൊണ്ടല്ലേ പിന്നെ ലോൺ തരുന്നത്. സിബിൽ സ്കോർ എനിക്ക് വേണ്ട, അത് മാറ്റിക്കോ. ഇനി ലോൺ എടുക്കുന്നില്ലല്ലോ, ലോണിൻ്റെ ആവശ്യമില്ല. സാറേ കഴിഞ്ഞ തവണ നിങ്ങൾ ലോൺ തന്നപ്പം അത് മുടങ്ങാറായപ്പോൾ നേരെ കിസാഫിന്ന് ലോൺ എടുത്ത് നിങ്ങൾ മുത്തൂറ്റുകാരുടെ മൊത്തം അങ്ങ് ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ഇടപാട് തീർത്ത്. ആ സമയത്ത് ഇവിടെ അടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ മുടക്കം വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും പുതുക്കിയെടുത്ത് ഈ കിസാഫുകാരുടെ മൊത്തം ഇടപാട് അങ്ങ് തീർത്ത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മുടക്കം വന്നു. ഇപ്പോൾ അടുത്ത ആഴ്ച കിസാഫുകാർ പുതുക്കി തരും. അതിങ്ങോട്ട് എടുത്ത് നിങ്ങൾക്ക് മൊത്തം അങ്ങോട്ടങ്ങ് തരുന്നു അടുത്ത ആഴ്ച. എങ്ങനെയായാലും ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഈ കൊടുക്കൽ വാങ്ങൽ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു മൂന്നാമനായിട്ട് ഞാൻ ഇതിനിടയ്ക്ക് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മനസ്സിലായില്ല. ഈ കൊടുക്കൽ വാങ്ങലേ നിങ്ങൾ കിസാഫുകാരും ആ മൊത്ത വീട്ടുകാരും തമ്മിൽ പരസ്പരം അങ്ങോട്ട് അങ്ങ് ചെയ്താൽ പോരായോ? ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നത്. ചേട്ടൻ ആള് കൊള്ളാമല്ലോ.
വെള്ളം കൂടെ കുടിച്ചോട്ടെ.